ങ്ങളും അത് ലലാലത്താണ്, സകല ലലാലത്തും അത് വഴികേടിലാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം. അത് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ അബൂ ശാമ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ബിദ്അത്തുകളെയൊക്കെ വേർതിരിച്ചിട്ട് മഹാനവറുകൾ അവിടുന്ന് പറയുന്നു, ബിദ്അത്ത് നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ കുറേ ബിദ്അത്തുകൾ നടക്കുന്നുണ്ട്. ആ ബിദ്അത്തിൽ നല്ലതായൊരു ബിദ്അത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിൽ, അത് എല്ലാ വർഷവും ഇങ്ങനെ മടങ്ങി വരും, ആ ദിവസത്തിൽ സന്തോഷ പ്രകടനം നടത്തുക എന്നുള്ളത് പുണ്യകരമായ ബിദ്അത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ എത്രത്തോളം നന്മകൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നന്മകൾ പ്രവർത്തിക്കാൻ പറ്റിയ ദിവസമാണ്, സമയമാണ് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉസ്താദ് കൂടിയായ ഇമാം അബൂ ശാമ റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് എത്രത്തോളം നന്മകൾ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നന്മകൾ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.